ജാസ്മിൻ ബിഗ് ബോസിൽ അധികവും നാടകങ്ങളാണ് കളിക്കാറ്. കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ഒരു നാടകം പൊളിഞ്ഞിട്ടുണ്ട്. യമുനയോട് ജാസ്മിൻ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ വളരെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്, ഗബ്രി പോയതിനു ശേഷം ബിഗ് ബോസ് ഹൗസിൽ ഞാൻ നോമിനേഷനിൽ വന്നു, പക്ഷേ ഞാൻ പുറത്തു പോയാൽ എനിക്ക് ഒരു ചുക്കുമില്ലായിരുന്നു. പോകുകയാണെങ്കിൽ പോകട്ടെ എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ നിന്നത്. എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു, പോകാൻ ഞാൻ റെഡി ആയിരുന്നു എന്ന്. പക്ഷേ നമ്മൾ എവിക്ഷൻ എപ്പിസോഡിന്റെ സമയത്ത് ജാസ്മിനെ ഇങ്ങനെ അല്ല കണ്ടിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാം, പലപ്പോഴും എന്റേത് കാണുന്നില്ലല്ലോ, എന്റെ ബോൾ കാണുന്നില്ലല്ലോ ഒക്കെ പറയും. വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കുക, ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിൻ എന്താക്കണം, ആ സമയത്ത് പറയും ലാലേട്ടൻ എന്നെ സേവ് ആക്കിയാൽ മതി. ആ രീതിയിൽ അഭിനയിച്ച ജാസ്മിൻ പുറത്തു പോകുന്നതിൽ ഒരു ചുക്കുമില്ല എന്നുള്ള മെന്റാലിറ്റി ആണെങ്കിൽ ജാസ്മിൻ എന്തായാലും കുഴപ്പമില്ല ലാലേട്ട എന്ന് പറയും. പക്ഷെ പറയുന്നത് ലാലേട്ട വേണ്ട, എന്നെ പെൻഡിങ്ങിൽ ഇടണ്ട, എന്നെ എവിക്റ്റ് ആക്കണ്ട, എന്നെ ഇവിടെ നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ജാസ്മിൻ കളിച്ചത്. എന്നിട്ട് ഇവിടെ വന്ന് യമുനയോട് പറയാ, ഗബ്രി പോയതിനു ശേഷം എവിക്ഷനിൽ ഞാൻ പോയാൽ എനിക്ക് ഒരു ചുക്കുമില്ലായിരുന്നു, പോകാൻ ഞാൻ റെഡി ആയിരുന്നു, ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ചിന്തിച്ചു നിന്നത് എന്ന്. ഇതേ രീതിയിൽ പല നാടകങ്ങളും അവിടെ ജാസ്മിൻ കാണിക്കുന്നുണ്ട്. അതിലൊന്നും പ്രേക്ഷകർ വിയാതിരിക്കുക, ജിൻഡോക്ക് വോട്ട് കൊടുക്കുക, ജിൻഡോയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.